ആദ്യ അഭിപ്രായത്തിൽ ഹേറ്റിൽ തുടങ്ങിയ വാലിബൻ ഇപ്പോൾ മികച്ച അഭിപ്രായത്തിലേക്ക് വഴിമാറി. എന്നാൽ മികച്ച അഭിപ്രായം പറഞ്ഞ നിരവധി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും എത്തുമ്പോൾ അവരോട് വലിയ രീതിയിൽ പുച്ഛം കാണിച്ച് ഒരു വിഭാഗം എത്തുന്നത് കൗതുകരമാണ്. കൗതുകം എന്നതിനപ്പുറം ഇതാരാണ് ഈ ചെയ്യുന്നത്? വാലിബൻ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുടെ പോസ്റ്റിൽ വന്ന് പലരും പുച്ഛിക്കുന്നത് എന്തിനാണ്? ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എന്തോ പാതകം ചെയ്ത പോലെയാണ് ചിലർക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതുപോലെ ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും കാരണം കാണും ഇഷ്ടപ്പെടാൻ, അതവർ എഴുതുന്നു. അവരുടെ ലൈക്ക് മൈൻഡ് സെറ്റ് ഉള്ളവരോട് കാണാൻ റെക്കമെൻഡ് ചെയ്യുന്നു. സ്റ്റിൽ കാണണോ വേണ്ടയോ എന്നത് അവരവരുടെ ചോയ്സ് ആണ്. അതിന് ഇത്രയും ഫ്രസ്ട്രേഷൻ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് എല്ലാവരോടും ചോദിക്കാനുള്ളത്. മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തെക്കുറിച്ച് നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ മികച്ച അഭിപ്രായങ്ങൾ പറയുന്നത്. അതിൽ ഒരാൾ പോലും നെഗറ്റീവായിട്ട് പറയുന്നില്ല എന്നതാണ് വലിയൊരു കൗതുകം. അപ്പോഴാണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ നിലവിളിച്ച പലരും അതിന്റെ താഴെ വന്ന് പുച്ഛിക്കുന്ന രീതിയിൽ കമന്റുകൾ ചെയ്യുന്നത്. ആരൊക്കെയാണെന്ന് പലർക്കും മനസ്സിലാകും. കാരണം പ്രൊഫൈലും ആ വ്യക്തിയും ഒന്ന് നോക്കിയാൽ വ്യക്തമായ ഒരു ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷേ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ മലക്കോട്ടെ വാലിബൻ എന്ന മാസ്റ്റർ പീസ് ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുന്നത്. 43 വർഷത്തെ അഭിനയ ജീവിതത്തിലൂടെ പുതിയ ഭാഷയിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് അറിയപ്പെടുന്ന എത്രയോ കൂടോത്രങ്ങളെ അയാൾ നിസ്സാരമായി വലിച്ച് താഴെയിട്ടിട്ടുണ്ട്. കാരണം അയാളുടെ പേര് മോഹൻലാൽ എന്നാണ്. ഈ സിനിമയും ഇത് തന്നെയാണ് പറയുന്നത്. ലോകം എത്ര വികസിച്ചാലും നമ്മുടെ തലച്ചോറിലെ പകയും പ്രതികാരവും അതുപോലെ നിലനിൽക്കുകയാണെന്ന്. ഈ ചിത്രത്തിൽ അയാളോടൊപ്പം പിന്നിൽ നിൽക്കുന്ന ആളുകളെ പോലെ ചതിയുടെ ശമ്പളം വാങ്ങുന്നവരുടെ അസത്യങ്ങളെ മറികടന്ന കുടുംബങ്ങൾ തിയേറ്ററിൽ എത്താൻ തുടങ്ങി. ഇനി വാലിബന്റെ തേരോട്ടമാണ്. ആ തേരോട്ടത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങളും പങ്കുചേരുക. കാരണം ഇത് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന പ്രതിഭയുടെ കയ്യൊപ്പാണ് ലോക സിനിമയിലേക്ക് മലയാളത്തിന്റെ കയ്യൊപ്പ്. കഴിഞ്ഞ ദിവസം ഹരീഷ് പേരടി കുറിച്ച വാക്കുകൾ ഇതായിരുന്നു: സിനിമയിൽ സൃഷ്ടിക്കപ്പെടാൻ പ്രയാസമുള്ള 2 കാര്യങ്ങളാണ് നർമ്മവും ഫാന്റസിയും. അതിലെ യുക്തികളാണ് അതിന്റെ സൗന്ദര്യം. ഗന്ധർവനും യക്ഷിയും ഒക്കെ നമ്മുടെ കഥാപരിസരങ്ങളിൽ എപ്പോഴും ചുറ്റിത്തിരിയുന്നവരാണ്. അതിന്റെ യുക്തിഭദ്രത ചോദ്യം ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. ട്രെയിലർ കണ്ട ശേഷം ഒരു ഫാന്റസിയുടെ ലോകത്തേക്ക് പറക്കാനുള്ള മനസ്സുമായാണ് മലക്കോട്ടെ വാലിബൻ കണ്ടത്. ചര്യന്മാരായ മല്ലന്മാരും കുബുദ്ധിക്കാരായ മന്ത്രിമാരും ചോരകൊതിയന്മാരായ രാജാക്കന്മാരും ക്രൂരന്മാരായ പടയാളികളും ഒപ്പം നല്ലവനായ ജനങ്ങളും നർത്തകരും മയിലാട്ടക്കാരും എല്ലാം പണ്ടെങ്ങോ വായിച്ചു മറന്ന ഒരു ചിത്രകഥയെ ഓർമ്മിപ്പിക്കുന്നു. കടുംചായം കോരിയൊഴിച്ചൊരു ക്യാൻവാസ് പോലെ ഭ്രമിപ്പിക്കുന്ന മധുനീലകളെന്ന ഫ്രെയിമുകൾ. തിയേറ്ററിൽ നിന്നിറങ്ങിയിട്ടും മനസ്സിൽ പെരുമ്പറ കൊട്ടുന്ന പ്രശാന്ത് പിള്ളയെ ഒരുക്കിയ പശ്ചാത്തല സംഗീതം. അഭിനയം കൊണ്ടും ആകാരം കൊണ്ടും വാലിബനിലേക്ക് കൂടുവിട്ട് കൂടുമാറിയ ലാലേട്ടനെ പറ്റി എന്ത് കൂടുതൽ പറയാൻ. വാലിബൻ ഒരു കംപ്ലീറ്റ് LJP സിനിമയാണ്. ഇതിനു മുമ്പ് അദ്ദേഹം ഇങ്ങനെ വ്യത്യസ്ത ആശയങ്ങളിലൂടെയും ചിത്രീകരണ രീതികളിലൂടെയും നമ്മളെ വിസ്മയിപ്പിച്ചോ അത് വാലിബനിലും തുടരുന്നു. മലയാളത്തിൽ അദ്ദേഹത്തിന് മാത്രം ചെയ്യാനാവുന്ന ഒന്ന്. ഈ വാക്കുകൾ മഞ്ജു വാര്യർ പറഞ്ഞതാണ്. അങ്ങനെ അഭിപ്രായം മാറി പറഞ്ഞ പ്രേക്ഷകരിൽ പ്രമുഖരുടെ വാക്കുകൾ ഇങ്ങനെ എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷ ജനിപ്പിക്കുന്നത് ചിത്രത്തിന്റെ 2ാം ഭാഗമാണ്. ഇനി 2ാം ഭാഗം ഉണ്ടാകുമോ എന്നൊരു കൗതുകം എല്ലാവരിലുമുണ്ട്. ഇഷ്ടപ്പെടുന്നവർക്ക് 2ാം ഭാഗം കാണണമെന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും 2ാം ഭാഗം ഉണ്ടാകുക എന്നും പറയുമ്പോൾ വിഷമം ഉണ്ടാകുന്നു. 2ാം ഭാഗം സംഭവിക്കുമോ? 2ാം ഭാഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നും തരുന്നത് പോലെ ആശാന് ഞാനൊരു വാക്ക് തരുന്നു: 2ൽ ഒരാൾ വീഴുന്നത് വരെ യുദ്ധം. പക്ഷേ വീഴുന്നത് ഒരിക്കലും ഞാനായിരിക്കില്ല. മലക്കോട്ടെ വാലിബന്റെ 2ാം ഭാഗം പ്രതീക്ഷിക്കുന്നവരുടെ വാക്കുകൾ ഇങ്ങനെ എത്തുമ്പോൾ അവർ ഈ ഡയലോഗാണ് പറയുന്നത്. വാലിബന്റെ 2ാം ഭാഗം യുദ്ധമാണ്. കൊടൂരമായ യുദ്ധം പ്രതീക്ഷിക്കാം. പക്ഷേ പലരും ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത് 2ാം ഭാഗം ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇനി വരാൻ പോകുന്ന 2ാം ഭാഗം വളരെ ഫാസ്റ്റ് ആയിരിക്കും, ഗംഭീരമായിരിക്കും എന്ന രീതിയിലൊക്കെയാണ്. ലിജോ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ഒരു പിടിയുമില്ല. മലക്കോട്ടെ വാലിബന് 2ാം ഭാഗം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞോ എന്നും അറിയില്ല. പക്ഷേ 2ാം ഭാഗത്തിനായി വലിയ രീതിയിലുള്ള പ്രതീക്ഷ ആൾക്കാർ ഇപ്പോഴേ വെച്ചു തുടങ്ങി. മികച്ച അഭിപ്രായം പറഞ്ഞവർ തന്നെയാണ് 2ാം ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. 2ാം ഭാഗം വരുമ്പോൾ വലിയൊരു ആകാംക്ഷ നിലനിൽക്കുകയാണ്.